അമേരിക്കയുടെ പ്രസിഡന്റ് തിരികെ വന്ന ശേഷം ആദ്യമായി US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തപ്പോൾ ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാന് നന്ദി അറിയിച്ചു. ഇത് കേട്ട് പാകിസ്ഥാൻ പോലും ഞെട്ടിപ്പോയി. പാകിസ്ഥാനിലെ രാഷ്ട്രീയക്കാർ മൊത്തം കൈയടിച്ചു. ഇനി അമേരിക്ക തങ്ങൾക്കൊപ്പമാണ്, ഇന്ത്യക്ക് ഒപ്പമല്ല എന്ന് അവരങ്ങ് കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ ചില നീക്കങ്ങൾ കണ്ടിട്ട് പാകിസ്ഥാൻ വാപൊളിച്ചിരിക്കുകയാണ്. അതിനിർണായകമായ ചില നീക്കങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത്. ഏതാനും ദിവസങ്ങൾക്കകം ഒരു സുപ്രധാനമായ എക്സിക്യൂട്ടീവ് ഉത്തരവ് എന്ന പേരിൽ ആ തീരുമാനങ്ങൾ ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യൊപ്പുമായി നിലവിൽ വരും. എന്താണത്? പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും പൗരന്മാർക്ക് US യാത്ര ഇനി അങ്ങോട്ട് വിലക്കാനൊരുങ്ങുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപ് അത് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. ട്രംപിൻ്റെ ഒന്നാം ഭരണകാലത്ത് 6 ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ട്രംപ് വിലക്കേർപ്പെടുത്തിയിരുന്നു അമേരിക്കയിലേക്ക്. പക്ഷേ ട്രംപിന് ശേഷം വന്ന ജോ ബൈഡൻ ആ തീരുമാനം പിൻവലിച്ചു. ട്രംപ് വിട്ടില്ല. ഇത്തവണ വീണ്ടും ട്രംപ് കടുത്ത നടപടിക്കൊരുങ്ങുകയാണ്. പിന്നെ പാകിസ്ഥാൻ നന്ദി പറഞ്ഞത് അത് അഫ്ഗാനിസ്ഥാനിൽ US കൊടും ഭീകരനെ കരുതിയ 1-2 പേരെ പിടിച്ചു കൊടുക്കാൻ സഹായിച്ചതിനാണ്. അഫ്ഗാനിസ്ഥാനിട്ട് പാര പണിതതിനാണ് പാകിസ്ഥാനെ ഡൊണാൾഡ് ട്രംപ് ആദ്യമേ അങ്ങ് അഭിനന്ദിച്ചത്. പക്ഷേ ട്രംപിന് അറിയാമായിരുന്നു പാകിസ്ഥാൻ പൗരന്മാരെ അങ്ങനങ്ങ് വച്ച് വാഴ്ത്തിക്കാൻ പാടില്ലെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ കടുത്ത തീരുമാനം വരുന്നത്. ഇനി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അടക്കമുള്ള ചില തീവ്രവാദ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ അവരാരായാലും ശരി തന്നെയാണ്, ഉന്നത നയതന്ത്ര പ്രതിനിധികളല്ലാതെ മറ്റാരെയും ഒരു തൊഴിൽ വിസയ്ക്ക് പോലും അവർക്ക് അവസരമുണ്ടാക്കാത്ത വിധം അമേരിക്കയിലേക്കുള്ള യാത്രാ വിലക്ക് സമ്പൂർണ്ണമായി നടപ്പാക്കുക എന്നത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് സുപ്രധാനമായ എക്സിക്യൂട്ടീവ് ഉത്തരവായി പുറത്തിറങ്ങുകയും ചെയ്യും. ആദ്യത്തെ പരിഗണന ഇപ്പോൾ പാകിസ്ഥാന് തന്നെയാണ്. ട്രംപ് പാകിസ്ഥാനെ അഭിനന്ദിച്ചപ്പോൾ കൈയടിച്ച പാകിസ്ഥാൻകാർ ഓർക്കണം, പാകിസ്ഥാൻ തന്നെയാണ് അമേരിക്കയുടെ ആ തീവ്രവാദ പട്ടികയിൽ ഒന്നാമത്. വിലക്ക് മാത്രമല്ല, അത്തരം രാജ്യങ്ങളുമായി സമ്പൂർണ്ണമായുള്ള വ്യാപാര വിനിമയ ഇടപാടുകൾ വരെ വിലക്കാൻ ട്രംപ് ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ആദ്യ പടിയാണ് അത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കയിൽ ഇനി തൊഴിൽ നൽകാൻ പാടില്ല, ഒരു തരത്തിലും അവരങ്ങോട്ട് കുടിയേറാൻ പാടില്ല എന്ന ട്രംപിൻ്റെ കടുത്ത തീരുമാനം. പാകിസ്ഥാൻ മാത്രമല്ല, അഫ്ഗാനിസ്ഥാനുമുണ്ട്. മറ്റു ചില രാജ്യങ്ങൾക്കും ട്രംപ് ഇതേ രീതി വിലക്കേർപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. ഇറാൻ, ഇറാഖ്, ലിബിയ, അങ്ങനെ 3-4 രാജ്യങ്ങളുണ്ട് ട്രംപിൻ്റെ കണ്ണിലെ കരടായിട്ട്. ആരെയാണ് ഇത് ബാധിക്കുക? 2015 അമേരിക്ക അഫ്ഗാനിസ്ഥാനിലെ പോരാളികളെ ഉൾപ്പെടുത്തി അന്നത്തെ താലിബാൻ തീവ്രവാദികൾക്കെതിരെ ഒരു കമാൻഡോ ഫോഴ്സ് ഉണ്ടാക്കിയിരുന്നു. 2022 താലിബാൻ അഫ്ഗാൻ പിടിച്ചെടുത്തപ്പോൾ അമേരിക്ക അവിടെ നിന്ന് എല്ലാം വിട്ടെറിഞ്ഞ് ഓടിപ്പോയി. അപ്പോഴേക്കും ഈ പോരാളികൾ കുറേ പേരെയും അമേരിക്ക തങ്ങളുടെ US കൊണ്ടുവന്നു തങ്ങൾക്കൊപ്പം. കാരണം തങ്ങൾ പരിശീലിപ്പിച്ച കമാൻഡോസ് ആണല്ലോ, അവരെ ഇത് ബാധിക്കും. 10,000-കണക്കിന് അഫ്ഗാൻകാരെ ഈ അമേരിക്കയുടെ വിലക്ക് സാരമായി തന്നെ ബാധിക്കും. US കുടിയേറാൻ അനുമതി ലഭിച്ചിരിക്കുന്നവരും ഇതിലുണ്ട്. രാജ്യസുരക്ഷയുടെ ഭാഗമായി ട്രംപിൻ്റെ വിലക്ക് നേടുന്ന രാജ്യങ്ങളുടെ പട്ടിക ഈ മാസം 12 ശേഷം പുറത്തു വരുന്നതോടെ എന്തായാലും ആരെയൊക്കെ ഈ വിലക്ക് ബാധിക്കുമെന്നത് വ്യക്തമായി അറിയാം. 2021 അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ വിമാനത്താവളത്തിൽ ചാവേർ ആക്രമണത്തിന് ഉത്തരവാദികളായ ഭീകരരെ പിടികൂടുന്നതിന് അമേരിക്കയെ സഹായിച്ചതിനാണ് പാകിസ്ഥാനെ ട്രംപ് ആദ്യമായി അഭിനന്ദിച്ചത്. അടുത്ത തീരുമാനം, ഇനി ഇത്തരം സ്വഭാവമുള്ള ആരും ഇങ്ങോട്ട് അമേരിക്കയുടെ പടികടന്ന് വരണ്ട എന്ന് തന്നെയാണ്. 13 US സൈനികരാണ് അന്നത്തെ ആ താലിബാന്റെ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അഫ്ഗാനിൽ നിന്നും US സൈന്യത്തെ പിൻവലിക്കുന്നതിനിടയിലാണ് ആ കാബൂൾ വിമാനത്താവളത്തിലൊരു ബോംബാക്രമണം ഉണ്ടായത്. അന്ന് തിടുക്കത്തിലുള്ള അഫ്ഗാനിൽ നിന്നുള്ള സൈനിക പിന്മാറ്റത്തെ ജോ ബൈഡൻ എന്ന അന്നത്തെ പ്രസിഡന്റ് കഴിവില്ലായ്മ എന്നാണ് ട്രംപ് അന്ന് തന്നെ വിലയിരുത്തിയത്. ഏറ്റവും നാണം കെട്ടൊരു തീരുമാനമായിരുന്നു അതെന്നും ട്രംപ് അന്ന് വിലയിരുത്തിയിരുന്നു. എന്തായാലും അഫ്ഗാനിലെ പിന്മാറ്റമല്ല, മറിച്ച് പിൻവാങ്ങിയ രീതിയാണ് ചരിത്രത്തിൽ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയതെന്നാണ് ട്രംപ് പറയുന്നത്. വർഷങ്ങൾക്കപ്പുറം ആ ആക്രമണത്തിന് ഉത്തരവാദികളെ തങ്ങൾ തിരഞ്ഞു പിടിച്ചിട്ട് അത് തങ്ങളെ ഏൽപ്പിക്കാൻ പാക് രഹസ്യാന്വേഷണ സേന നടത്തിയ ആ ശ്രമങ്ങളെയാണ് നന്ദി പറഞ്ഞത്. പക്ഷേ ആ നന്ദി അവിടെ അവസാനിച്ചു. പിന്നീട് നാം കാണാൻ പോകുന്നത് പാകിസ്ഥാന് ഒന്നാമത്തെ രാജ്യമായി മുന്നിൽ കൊണ്ട് നിർത്തി വിലക്കേർപ്പെടുത്താൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറായിരിക്കുന്നു എന്ന് തന്നെയാണ്. അതിൻ്റെ അർത്ഥം ഇനി ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ US മണ്ണിൽ നടത്താൻ ഇത്തരം രാജ്യക്കാരെ അനുവദിക്കില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ഓർക്കണം, ഒളിഞ്ഞും തെളിഞ്ഞും അമേരിക്ക പാകിസ്ഥാനിലെ ISIക്കൊക്കെ ധനസഹായം നൽകുന്നുണ്ട്. കാരണം US അഫ്ഗാനെ എതിരിടാൻ പാകിസ്ഥാനുള്ളിൽ ഒരു തീവ്രവാദി ചാവേർ സംഘത്തെ ആവശ്യമാണ്. അതിപ്പോൾ തന്നെ US ഉണ്ടാക്കി വച്ചിട്ടുണ്ട്.
കുറേ US ചാവേർ പോരാളികൾ പാക് സൈന്യമാണെങ്കിലും പാക്കിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗമാണെങ്കിലും തീവ്രവാദികളെ കുറേ US ചാവേർ പോരാളികളെ അമേരിക്ക പാകിസ്ഥാനുള്ളിൽ അഫ്ഗാൻ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. അവരാണിപ്പോൾ പാകിസ്ഥാൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അഫ്ഗാൻ അതിർത്തികളിൽ അഫ്ഗാൻ രാജ്യത്തിനുള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതും. അത് പാകിസ്ഥാൻ്റെ തന്ത്രമൊന്നുമല്ല, എല്ലാവർക്കും വ്യക്തമായി അറിയാം, അമേരിക്കയുടെ തന്ത്രം തന്നെയാണ്. അതിനിടയിലാണ് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും അടക്കം ഈയൊരു യാത്രാ വിലക്ക് പൂട്ടാൻ ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക, അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.